എൻ്റെ പേര് ആനി. ഞാൻ ഇരവിമംഗലം കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പത്രമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെ വായിക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ഞാൻ എന്നാൽ ഓസ്ട്രേലിയയിൽ പോയി നേഴ്സിംഗ് പഠിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞാൻ ആദ്യം 2-3 തവണ അറ്റംപ്റ്റ് ചെയ്തു PT എന്ന് പറയുന്ന എക്സാം, പക്ഷെ ഞാൻ പാസ്സായില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനൊരു 2 തവണ അറ്റംപ്റ്റ് ചെയ്തു, അതും കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും വന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 6/11/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ബാക്കിയൊന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ പത്രം എല്ലാം കൊണ്ട് നേരെ കൊണ്ട് വെക്കത്തുള്ളൂ, ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് ഞാൻ ഒന്നുകൂടെ 2 തവണ അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എക്സാം പാസ്സായില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി രണ്ടാമത് ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പത്രം എല്ലാം എടുത്ത് കൊടുത്തു. ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാനിന്ന് കുർബാനയ്ക്ക് പോവും. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്തുള്ള വൃദ്ധമന്ദിരം, ആശാഭവൻ, അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഭക്ഷണങ്ങളും അതുപോലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പ്രിപ്പയറായി. ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് രാത്രി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് എന്തോ കാണുന്നില്ല, അത് ഞാൻ എവിടെയോ മറന്നു വെച്ചേക്കുവാന്നുള്ള രീതിക്ക് ഞാൻ പോയി നേരെ അലമാരയുടെ മേളിൽ തപ്പിയപ്പം ഞാൻ പത്രമെല്ലാം ഓൾറെഡി ഞാൻ ഫുള്ള് കൊടുത്ത് തീർത്തായിരുന്നു. പക്ഷെ ഞാൻ പാസ്പോർട്ട് കാണുന്നില്ലെന്ന് പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ട്. അത് ഞാൻ എൻ്റെ പാസ്പോർട്ട് മിസ്സിങ് ആണെന്നുള്ളൊരിതിൽ ഞാൻ അലമാരയുടെ മേളിൽ പോയി നോക്കിയപ്പം അവിടെ ഒരു കെട്ട് പത്രവും കൂടി ഇരിക്കുന്നു. അന്നേരം രാത്രി 9:30 ആയായിരുന്നു. പിന്നെ 9:30 ആയില്ലേ, ആൾക്കാരെല്ലാം ഇനി എന്നാ പറയുമെന്ന് വിചാരിച്ച് ഞാൻ പോകാതിരുന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ അത് കൊണ്ടേ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി ആ പത്രം കൊണ്ടേ കൊടുത്ത് തീർത്തു. രാത്രി ഞങ്ങൾ വണ്ടി എടുത്ത് എല്ലാ വീട്ടിലും കൊണ്ടേ കൊടുത്തു, അത് തീർത്തു. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി. സാധാരണ പോലെ അല്ലായിരുന്നു, എനിക്ക് എന്തോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ പോലെയായിരുന്നു എക്സാമിന് പോകുന്നതിന് മുന്നേ. അങ്ങനെ എക്സാമിന് പോയി. ഞാൻ ഉപ്പൊക്കെ ഞാൻ പുറത്ത് വെതറുമായിരുന്നു. പുറത്ത് വെതറിയിട്ടാണ് ഞാൻ എക്സാമിന് കയറി. ഞാൻ എൻ്റെ നാവിൽ ഞാൻ തൈലം പുരട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എക്സാമിന് കയറിയപ്പോഴത്തേക്കും ഞാൻ സ്പീക്കിംഗ് ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം സ്പീക്കിംഗ് പറയാനായിട്ട് തുടങ്ങിയപ്പം ഞാൻ നാക്കിൽ ഓൾറെഡി നാവിലെൻ്റെ ഞാൻ തൈലം പുരട്ടിയിരുന്നു. പക്ഷെ ഞാൻ സ്പീക്കിംഗ് പറഞ്ഞപ്പോൾ ഫുള്ള് കുഴഞ്ഞു പോവുക. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ നിൻ്റെ തൈലം പുരട്ടിയിട്ടാണ് ഞാനിവിടെ എക്സാമിന് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി 6 തവണ അറ്റംപ്റ്റ് ചെയ്തു, ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണ, ഇനി നീ എന്നിങ്ങനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എക്സാം തുടങ്ങി അവസാനം വരെ ഞാൻ ആ കാശുരൂപത്തെ പിടിച്ചു. ഞാൻ എൻ്റെ എക്സാം എപ്പോൾ തീർന്നു അപ്പോഴാണ് ഞാൻ ആ കാശുരൂപത്തിൽ നിന്ന് വിട്ടത്. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. ആദ്യം തന്നെ സ്പീക്കിങ്ങിന് ഇച്ചിരി തകരാറ് വന്ന കാരണം ഞാൻ റീഡിംഗ് ഒന്നും വായിച്ചില്ല, ചുമ്മാ ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ ആ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം 5:30 പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റു. നമ്മുടെ ആവശ്യം പറയുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം എനിക്ക് 65 ആയിരുന്നു വേണ്ടത്. ഞാൻ നോക്കിയപ്പം എനിക്ക് 2 എണ്ണത്തിന് 69ഉം 2 എണ്ണത്തിന് 70യും കിട്ടി. ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് എക്സാം എന്ന് കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ വന്ന് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്നതാണ് സാക്ഷ്യം പറയാൻ. പക്ഷെ അച്ഛൻ പറഞ്ഞു, വിസയൊന്നും വന്നില്ലല്ലോ, എന്നാൽ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ പരീക്ഷണങ്ങൾ തീർന്നിട്ടില്ലെന്ന് ഓർത്തു. ഞാൻ പിന്നെ ഫുൾ പരീക്ഷണങ്ങളായിരുന്നു. ഞാൻ ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ മുന്നാധാരമൊക്കെ നഷ്ടപ്പെട്ടു. എഴുതാൻ കൊടുത്തതിനൊക്കെ ഒത്തിരി തിരുത്തുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 5:30 പ്രാർത്ഥന എല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഈ വക്കെ എത്തിയിട്ട് നീ എന്നെ തട്ടിക്കളയരുതേ മാതാവേ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പത്രം എല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് എനിക്ക് വിസ വന്നു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോവുക. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.